ഇന്ത്യ മുന്നണി വൻ വിജയം നേടുകയാണ്. ഇന്ത്യ ഭരിക്കാനുള്ള തരത്തിലേക്ക് ഇന്ത്യ മുന്നണി ലീഡ് വർദ്ധിപ്പിച്ചു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനങ്ങൾ മോദിയുടെ ഗ്യാരണ്ടി തള്ളി എന്ന് തന്നെയല്ലേ ഈ ഫലം കാണിക്കുന്നത്? തീർച്ചയായിട്ടും മോഡിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായ ജനസ്വീകാര്യത ഇല്ല എന്ന് തെളിയിക്കുകയും രാഹുൽ ഗാന്ധിക്ക് വലിയ ജനപ്രിയത വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി 6000 കിലോമീറ്റർ സഞ്ചരിച്ചത് ജനങ്ങളിൽ വലിയ പ്രത്യാശ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഭാവിയിലേക്കൊരു വലിയ ചൂണ്ടുപലക തന്നെയാണ്. കേരളത്തിലും ഒരു UDF തരംഗം? തീർച്ചയായിട്ടും കേരളത്തിൽ UDF തരംഗമുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് UDF മുന്നോട്ട് പോവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം ഇവിടുത്തെ പ്രചരണ സമിതിയുടെ ചെയർമാനാണ് ഞാൻ. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ ചാർജ് എനിക്കുണ്ട്. 2 സംസ്ഥാനത്തും വൻപിച്ച വിജയമുണ്ടായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഈ തൃശ്ശൂരിലെ ഒരു തിരിച്ചടി പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ BJPയുമായി ചേർന്ന് CPM പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് തൃശ്ശൂരിലും ഇപ്പോൾ തിരുവനന്തപുരത്തും കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇത് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നതാണ്, BJP CPM കൂട്ടുകെട്ടെന്ന്. അത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെലികാസ്റ്റ് ആണ്. ദേശീയ തലത്തിൽ NDA 296 സീറ്റുകളിൽ നിൽക്കുന്നു. ഇപ്പോൾ 230ലേക്ക് ഇന്ത്യ മുന്നണി 230ലേക്ക്. അപ്പോൾ ഒരു പ്രേക്ഷകർ എഴുതിയേക്കുന്നു, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ, പിന്നിൽ എന്തോ തീ പിടിക്കുന്നു. ഒരുപാട് പേരുടെ പിന്നിൽ ഇപ്പൊ തീ പിടിച്ചോണ്ടിരിക്കുക. ഇത് കുഴപ്പമില്ല, ഇത് ഗ്രാഫിക്സ് തീയാണ്, കുഴപ്പമില്ല. മാത്രമല്ല പല കസേരയിലും ആസനസ്ഥനായ ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയാണ് അല്ലേ? അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ വിൽ സഫർ. ആസനസ്ഥായ ആൾക്കാർ ബുദ്ധിമുട്ടും. എനിക്കതേ പറയാനുള്ള വിജയം. പല ഇത് പുകയെന്ന് മാത്രമല്ല, ഇപ്പൊ തോമസ് ചാഴിക്കാട് ഉൾപ്പെടെ പലരുടെയും ബാർഗനിങ് കപ്പാസിറ്റി അല്ലേ ഒലയും, വല്ലാതെ ഒലയും. കാരണം വല പോലെ ഒലയും. രമേശ് ചെന്നിത്തല പറയുകയായിരുന്നു, ഇവിടെ കേരളത്തിലെ പ്രചരണ സമിതി അധ്യക്ഷൻ ഞാനായിരുന്നു, അവിടെ നല്ല മികച്ച വിജയമുണ്ട്. മഹാരാഷ്ട്ര ചാർജ് ഇരിക്കാൻ അവിടെ നല്ല മികച്ച വിജയം. വ്യക്തിപരമായി രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ നേട്ടമാണെന്ന് പറയുന്നത് ശരിയാണ്. കറക്റ്റാണ്. യു ആർ കറക്റ്റ്. രമേശ് ചെന്നിത്തല വല്ലപ്പോഴും സത്യം പറയുന്ന മനസ്സിലായി. രമേശ് നിങ്ങൾ പൊളിച്ചു കേട്ടോ. ഓക്കെ, വല്ലപ്പോഴും സത്യം പറയുന്നത് വേറെ അർത്ഥമൊന്നുമില്ല. വിജയകുമാർ ഗൂഢമായി ചിരിക്കുന്നു. ഓക്കെ, VK ശ്രീകണ്ഠൻ പാലക്കാട് 50,000 കടക്കുന്നു ഭൂരിപക്ഷം. 50,768. ആന്റോണിയുടെ ലീഡ് കുറയുന്നു, 20,952 ആവുന്നു. പക്ഷേ കുറയുന്നെങ്കിലും 20,000. രാധാകൃഷ്ണൻ 12,497 വോട്ടുകൾക്ക് മുന്നിലാണ്. രമ്യ ഹരിദാസാണ് അവിടെ പിന്നിൽ. ഗായികമാർക്കും രക്ഷയില്ലയോ ഈ കാലത്ത്? ഓക്കെ, എന്താ ചെയ്യുക? ബെന്നി ബഗനാന്റെ ലീഡ് 23,777. കെ സുധാകരന്റെ ലീഡ് 40,438. പിന്നെ മലപ്പുറത്ത് 1,30,37 അല്ലേ? അതെ, മലപ്പുറത്ത് 1,30,37. പൊന്നാനിയിലും UDFന്റെ ലീഡ് 1 ലക്ഷം കടന്നിട്ടുണ്ട്. ആന്റോണിയുടെ ലീഡിൽ നേരിയ കുറവുണ്ട്. 6ാം റൗണ്ട് എണ്ണുമ്പോൾ 20,950 നേരിയ കുറവാണ്. ആഷ്മി, നമുക്കിപ്പോൾ കേരളത്തിൽ 16 മണ്ഡലങ്ങളിൽ UDF, LDF, NDA 2 സ്ഥാനങ്ങളിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.